ആദ്യം തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. എനിക്ക് കുവൈറ്റിലേക്ക് 18 വിസ വന്നിരുന്നു. അതിന് ഒരുപാട് നടന്നില്ല. അത് ക്യാൻസലായിപ്പോയി. പിന്നെ അവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിസ വന്നു. ഞാൻ പോയി. 6 മാസം കഴിഞ്ഞപ്പോൾ ആ കമ്പനി പൂട്ടിയത് തീയൊക്കെ പിടിച്ചു. കമ്പനി അങ്ങ് നശിച്ചുപോയി. അപ്പോൾ അതിലുള്ളവരെല്ലാവരെയും പറഞ്ഞു വിട്ടു. ഞാനവിടെ അമ്മമാനെ വിളിച്ച് സങ്കടപ്പെട്ട് കരയുകയും ചെയ്തു. അതെനിക്ക് വേറെ വിസ റെഡിയായി അവിടെ തന്നെ എനിക്ക് ആ കമ്പനിയുടെ തന്നെ വേറൊരു കമ്പനി കയറ്റുകയും ചെയ്തു. ഞാനിപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് 3 ദിവസമായുള്ളൂ. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടുന്ന് പുറത്തോട്ടിറങ്ങി നടക്കാനുള്ള കാർഡില്ലായിരുന്നു. അവിടുന്ന് ഇറങ്ങി നടക്കാനുള്ള കാർഡ് എടുക്കാൻ പറ്റുന്നില്ല, തടസ്സമായിരുന്നു. കാര്യം ഞാൻ ഈ 2018 കുവൈറ്റിൽ പോയായിരുന്നു. ആ വിസ ക്യാൻസലായില്ല, അതെനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അന്നേരം ആ കാർഡ് എടുക്കാൻ ചെന്നപ്പോൾ പറഞ്ഞാൽ വിസ കിടക്കുന്നുണ്ട്, വിസ അടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അന്നേരവും ഞാനവിടെ നിന്ന് വിഷം വെച്ച് ഉപ്പൊക്കെ അവിടെ ആ ഓഫീസിലൊക്കെ ഇട്ട് വിതറിയിട്ട് പിന്നെ രണ്ടാമത് കയറി ചെന്നപ്പോൾ എനിക്കറിയത്തില്ല, അവിടെ ഒരു മലയാളി വന്നു. ഒരു അറബി ഓഫീസാണ്. അവിടെ ഒരു മലയാളി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ പേര് വിളിച്ചിട്ട് കയറി വാ, ഇയാൾക്ക് തടസ്സങ്ങളൊന്നുമില്ല, അതിപ്പം അടയ്ക്കാൻ പറ്റും. ഒരു ദിനാർ, അവിടുത്തെ 1 ദിനാർ ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചെയ്തു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാം ഓക്കെ ആയി. ഇപ്പം 2ാമത്തെ വിസ അടിച്ചു. ഞാൻ ഇനി അടുത്ത മാസം പോവുകയാണ് തിരിച്ച്. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് അഭയകേന്ദ്രമുണ്ട്. അവിടെ ഈ ഫുഡ് മേടിച്ച് കുടിക്കുകയും പിന്നെ അവിടുത്തെ രോഗികളെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പത്രങ്ങൾ വിതരണം ചെയ്തിട്ടൊക്കെയാണ് ഞാൻ പോയത്. ഇനിയിപ്പോൾ ഇന്ന് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ ചെയ്യും. അച്ഛൻ്റെ ഈ ധ്യാനങ്ങൾ ഞാൻ ഈ യൂട്യൂബിൽ കാണുന്നുണ്ട്, ഈ മൊബൈൽ വഴി. എനിക്കതെല്ലാം പറ്റും, ഞാൻ ഗൾഫിലല്ലേ. അവിടെ നിന്നിട്ട് അതൊക്കെ ഞാൻ എല്ലാ ദിവസവും കാണുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വൈഫ് ഇങ്ങനെ വന്ന് പുതുക്കുന്നുണ്ട്, ഉടമ്പടിയൊക്കെ പുതുക്കി എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ അമ്മയെ എന്നും പ്രാർത്ഥിക്കും. അച്ഛൻ്റെ ഈ ധ്യാനം കേട്ടിട്ട് ഞാനിന്നും അമ്മയുടെ എല്ലാ കാര്യവും അമ്മയോട് പറയും. എൻ്റെ സങ്കടങ്ങളല്ല, എനിക്കത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് പറയണമെന്നുണ്ട്. പക്ഷേ വന്നു കയറിയപ്പോൾ ഒന്നും വരുന്നില്ല. അമ്മയോടും തിരുക്കുമാരനും നന്ദി പറയും. സങ്കീർത്തനങ്ങൾ 13-ാം അധ്യായം 6-ാം വാക്യം. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും, അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അനിൽകുമാർ കോയിവിള തൻ്റെ അനുഭവ സാക്ഷ്യം നോക്കുമ്പോൾ പങ്കുവെക്കുകയായിരുന്നു. കുവൈറ്റിൽ ആദ്യം ചാൻസ് കിട്ടിപ്പോയെങ്കിലും അത് ക്യാൻസലായി പോയിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥയും, എന്നാൽ രണ്ടാമത് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ കമ്പനിയിലേക്ക് ജോലി ലഭിച്ച് പോവുകയും ചെയ്തു. എന്നാൽ ആ കമ്പനിയിലുണ്ടായ തീപിടുത്തത്തിൽ നിരവധി ജോലിക്കാരെയൊക്കെ അവിടെ നിന്ന് പറഞ്ഞു വിടേണ്ട അവസ്ഥ വന്നപ്പോഴും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടുള്ള വിശ്വാസവും അതോടൊപ്പം തന്നെയാണെങ്കിലും ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലിയുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിതറുക ചെയ്തപ്പോഴത്തേക്കും ബാക്കിയുള്ളവരൊക്കെ വിട്ടെങ്കിലും തനിക്ക് ആ കമ്പനിയുടെ തന്നെ സബ്ബായിട്ടുള്ള മറ്റ് കമ്പനികളിലേക്ക് അവസരം കിട്ടുകയും അമ്മ മാതാവ് ആ കമ്പനിയെ തുടർന്ന് ജോലി ചെയ്യുവാനായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും താൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ടായിരുന്ന കമ്പനിയിൽ അതിൻ്റെ കാർഡ് ക്യാൻസലാക്കാത്തത് മൂലം തനിക്ക് പുറത്തേക്ക് പോകുവാനോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനൊക്കെയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള പ്രാർത്ഥനയോടുകൂടെ തന്നെയാണ് അത് മറ്റൊരു മനുഷ്യനിലൂടെ ആ ഒരു കാര്യം എനിക്ക് ഭാഷ അറിയാത്തതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ അത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ ഒരു വ്യക്തിയിലൂടെ അത് തനിക്ക് മനസ്സിലാക്കുവാനും അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ പരിശുദ്ധ അമ്മ ഒരുക്കി കൊടുക്കുകയും ചെയ്തത് പൂർണ്ണമായിട്ടുള്ള പരിശുദ്ധ അമ്മയോടുള്ള ആശ്രയം തന്നെയാണ്. ഇനിയും ഇമ്പോട്ടുള്ള അനിൽകുമാറിൻ്റെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹങ്ങൾ കൊണ്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനിയും ഈ കുടുംബത്തെ ഉയർത്തിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നിരവധിയായ ആവശ്യങ്ങളുമായി അൾത്താരക്കുമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാവിധ ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ നമ്മളെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.